ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലേണിംഗ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ മീനിങ് എന്താണ്, നേച്ചർ എന്താണ് ആൻഡ് സ്കോപ്പ് എന്താണ്, ഈ സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുമ്പം നമ്മൾ സൈക്കോളജി എന്താണെന്ന് അറിയണം അല്ലേ. സോ വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഫോർ സൈക്കോളജി? Sorry. Psychology is a science emerged from philosophy and it is a scientific study of the mind and behavior. Psychology എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫിയിൽ നിന്നും ഇവോൾവ് ചെയ്ത ഒരു സയൻസ് ആണ്. ഓക്കെ, ആദ്യം ഇത് ഫിലോസഫിയുടെ തന്നെ ഒരു പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പയ്യെയാണ് ഇതൊരു ഫീൽഡായിട്ട് തന്നെ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സയൻസ് തന്നെയായിട്ട് എമേർജ് ചെയ്യുന്നത്. സോ ഇതെന്താണ്? ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഇറ്റ് ഇസ് എ സയൻസ് ആണ്. എന്തിൻ്റെ സയൻസ് ആണ്? ബിഹേവിയറൽ സയൻസ് ആണ് ആൻഡ് മെന്റൽ പ്രോസസ്സസിന്റെ സയൻസ് ആണ്. സോ സൈക്കോളജി ക്യാൻ ബി സെഡ് ടു ബി വാട്ട്? സയൻസ് ഓഫ് സോൾ. അപ്പം ഈ ഒരു സൈക്കോളജി എന്ന വേർഡ് എവിടുന്നാ വന്നേന്ന് നോക്കാം. ഇത് ഗ്രീക്ക് ഒറിജിൻ ആണ് ഈ വേർഡിനുള്ളത്. അതിന്റെ ഇറ്റിമോളജി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വേർഡ്സിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സൈക്കെ എന്ന് പറഞ്ഞാൽ സോൾ, ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓർ സയൻസ് എന്നാണ്. അപ്പം സൈക്കി ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് സൈക്കോളജി ഡിവല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്, സൈക്കോളജി എന്ന വേർഡ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് മീൻസ് വാട്ട്? സ്റ്റഡി ഓഫ് ഓർ സയൻസ് ഓഫ് സോൾ. സ്റ്റഡി ഓഫ് സോൾ അല്ലെങ്കിൽ സയൻസ് ഓഫ് സോൾ എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇനി ഡെഫിനേഷൻസ് ഓഫ് സൈക്കോളജി നോക്കാം. നമുക്ക് ഇപ്പോൾ പല സൈക്കോളജിസ്റ്റ്, റിനൗണ്ട് ഫിലോസഫേഴ്സ് സൈക്കോളജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുന്നത് റോബർട്ട് എസ് വുഡ്വർത്ത് ആണ്. വുഡ്വർത്ത് ഡിഫൈൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എന്താ പറയുന്നത്? സയൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ സയൻസ്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത്, ആ ഒരു സയൻസ് ആണ്, ആ ഒരു പഠനത്തെയാണ് എന്ത് പറയുന്നത്? സൈക്കോളജി എന്ന് പറയുന്നതാണ് വുഡ്വർത്തിന്റെ ഡെഫിനിഷൻ. ഈ എംഫസൈസ് സ്റ്റഡിങ് ബോത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ്. രണ്ട് ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺഷ്യസ് ആക്ടിവിറ്റീസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് രണ്ടും ഇതിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. പിന്നെ വില്യം മക്ഡോണൽഡ് ഡെഫിനിഷൻ നോക്കാം. ഹി വാസ് എ ഫസ്റ്റ് ടു ഡിഫൈൻ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ഒരു ബിഹേവിയറൽ സയൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തത് വില്യം മക്ഡോൾ ആണ്. മക്ഡോൾ ഡിഫൈൻ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ദ ബിഹേവിയർ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. എന്താ പറഞ്ഞത്? സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിന്റെ ബിഹേവിയറിന്റെ, അതായത് പെരുമാറ്റത്തിന്റെ സയൻസ് ആണ് എന്ത്? സൈക്കോളജി. ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞപ്പം ഹി ഇൻക്ലൂഡഡ് ബോത്ത് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. രണ്ടുപേരെയും ഇൻക്ലൂഡ് ചെയ്ത്, ഹ്യൂമൻ ബീയിങ്സിനെയും ആനിമൽസിനെയും ഇൻക്ലൂഡ് ചെയ്താണ് സംസാരിച്ചത്. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ക്രോ ആൻഡ് ക്രോ പറഞ്ഞത് സൈക്കോളജിയെ? Psychology is defined as the study of human behavior and human relationships. Focuses on understanding how individuals interact with each other and their environment. അതായത് ഹ്യൂമൻ ബിഹേവിയറിന്റെയും ഹ്യൂമൻ റിലേഷൻഷിപ്സിന്റെയും സയൻസ് ആണ് സൈക്കോളജി എന്നാണ് ക്രോ ആൻഡ് ക്രോയുടെ സൈക്കോളജി ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എവല്യൂഷൻ ഓഫ് സൈക്കോളജി നോക്കാം. സോ നമ്മൾ പറഞ്ഞു ആദ്യം സൈക്കോളജി എന്ന് പറയുന്നത് ഫിലോസഫിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏർലി ഫിലോസഫേഴ്സ് നമുക്കറിയാം ആരൊക്കെയാ? ഗ്രീക്ക് ഫിലോസഫേഴ്സ് പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ അല്ലേ? അവർ ഡിഫൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരുന്നത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ ആണ്. ഓക്കെ, സയൻസ് ഓഫ് സോൾ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു പ്രശ്നം പറ്റി അല്ലേ? സോൾ എന്ന് പറയുന്നത് ഒരു മെറ്റാഫിസിക്കൽ ആണ്. സോ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല, ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ്സും നമുക്ക് ഈ സോളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ആ ഒരു ഡെഫിനിഷൻ ഇനഫ് അല്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പം സൈക്കോളജിയെ നമ്മൾ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇമ്മാനുവൽ കാന്റ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മിഡിൽ ഏജിലുള്ള ഫിലോസഫേഴ്സ് ആണ്. അവർ പറഞ്ഞ എന്താണ്? സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ്. മൈൻഡ് എന്ന് പറയുന്നതും എഗെയിൻ എന്തായി? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ മൈൻഡിനെ? ഇല്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നേച്ചറിന്, ആ മൈൻഡിന്റെ നേച്ചർ എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. വില്യം ജെയിംസ് ഡിഫൈൻ ചെയ്തത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് മെന്റൽ പ്രോസസ്സസ് എന്നാണ്. ഓക്കെ, സോ രണ്ടും റിലേറ്റഡ് ടു മൈൻഡ് ആണ്.
പിന്നെയാണ് സൈക്കോളജി, അതായത് വില്യം വൂഡ് ആണ് ആദ്യം സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ഡിഫൈൻ ചെയ്യുന്നത്. വില്യം വൂഡിനാണ് നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സൈക്കോളജി എന്നും. ആൻഡ് ഹീ ഈസ് എ വൺ, ആദ്യമായിട്ട് ഒരു സൈക്കോളജി എക്സ്പെരിമെന്റൽ ലാബ് സെറ്റപ്പ് ചെയ്തതും വില്യം വൂഡാണ്. ഓക്കെ, സോ വില്യം വൂഡ് ഡിഫൈൻ ചെയ്യുന്നതാണ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന എന്താണ്, ഒരു ചെറിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓൺലി കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. പക്ഷെ നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാണ് ഫൈനലി നമ്മൾ എന്താണ് സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ എന്ന്. സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ മോസ്റ്റ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പം എന്താണ്, ടേം ബിഹേവിയർ ഇസ് യൂസ്ഡ് ഇൻ എ വെരി ബ്രോഡ് സെൻസ് ഇൻക്ലൂഡിംഗ് എവറി ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ദ ഡെത്ത് ടു ദ ഡെത്ത്. ഓക്കെ, ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള എല്ലാ ഇൻഡിവിജ്വലിന്റെ ആസ്പെക്ട്സിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പഠനമാണ് എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത്. സോ സൈക്കോളജിയെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വാട്സൺ ആണ്. വാട്സൺ ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് ബിഹേവിയറിസം. അപ്പൊ വുഡ്വർത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതായത് ഈ എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, then its mind, then it lost its consciousness, it still has a behavior of sort എന്നാണ് വുഡ്വർത്ത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇപ്പോൾ ഇത്രയും പഠിച്ചെന്ന് വെച്ച് സൈക്കോളജിയുടെ ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സൈക്കോളജി ഈസ് എ സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് മെന്റൽ പ്രോസസ്സസ്. അതൊരു സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡിയാണ് അല്ലേ. പിന്നെ എന്താണ്, ബിഹേവിയേഴ്സ് റെഫേഴ്സ് ടു ഒബ്സർവബിൾ ആക്ഷൻസ് ഓർ റെസ്പോൺസസ് ഇൻ ബോത്ത് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആക്ഷൻസ് ആണ് അല്ലേ, കാണാൻ പറ്റുന്ന നമ്മുടെ റെസ്പോൺസസിനെയാണ് എന്ത് പറയുന്നത്, ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, മെന്റൽ പ്രോസസ്സസ് ആർ നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ. നമ്മൾ സൈക്കോളജി പറഞ്ഞ എന്താണ്, ബിഹേവിയറും മെന്റൽ പ്രോസസ്സിന്റെയും സ്റ്റഡിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ബിഹേവിയർ നമുക്ക് കാണാമെന്ന് പറഞ്ഞു, പക്ഷെ മെന്റൽ പ്രോസസ്സസ് ഡയറക്ട്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അപ്പൊ സൈക്കോളജി ആകെ മൊത്തം ഇപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സൈക്കോളജി എന്താണ്, സൈക്കോളജി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് വേസ് ദാറ്റ് ഓർഗാനിസംസ് ബിഹേവ്. ഓർഗാനിസത്തിന്റെ ബിഹേവിയറെ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദ ബിഹേവിയർ, അങ്ങനെ എന്തുകൊണ്ട് ആ ഓർഗാനിസം ബിഹേവ് ചെയ്യുന്നു എന്നും ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ് പ്രെഡിക്ട്സ് ഹൗ ഓർഗാനിസംസ് വിൽ ബിഹേവ് ഇൻ എ സർട്ടൻ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഓർഗാനിസം എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ളതും സൈക്കോളജി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, അവസാനത്തെ പോയിന്റ് എന്താണ്, കൺട്രോൾ ആൻഡ് ഓർഗാനിസംസ് ബിഹേവിയർ. ഒരു ഓർഗാനിസത്തിന്റെ ബിഹേവിയറെ കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതും സൈക്കോളജി പറയുന്നു. ഇനി നമുക്ക് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മീനിങ്, സ്കോപ്പ്, സിഗ്നിഫിക്കൻസ്. ഇതാണല്ലോ നമ്മൾ പറയുന്നത്. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്ന് ആദ്യം നോക്കാം. എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ? According to Crow and Crow, educational psychology is a systematic study that explains the learning experiences of an individual from birth to death. അതായത് ജനനം തുടങ്ങി മരണം വരെ ലേണിംഗ് എക്സ്പീരിയൻസ്, ഒരു ഇൻഡിവിജ്വലിന്റെ പഠനത്തിന്റെ എക്സ്പീരിയൻസസ് ആണ് സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പഠനമാണ്. എന്തിന്റെ പഠനമാണ്? ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് or of an individual from the birth to the death എന്നാണ് ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ. സ്കിന്നറും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്കിന്നർ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ദാറ്റ് ഡീൽസ് വിത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഇതിന്റെ രണ്ടിന്റെയും പഠനമാണ് എന്ത്, സൈക്കോളജി. അത് സ്കിന്നറാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്.